സ്വദേശിയായ 13-കാരൻ ഡേവർജിയോ ഡാനിയൽ എന്ന DJ ഡാനിയൽ തന്റെ കുഞ്ഞുനാളെ മുതലുള്ള ഒരാഗ്രഹമായിരുന്നു വലുതായാൽ പോലീസ് ഓഫീസർ ആവുക എന്നത്. പഠിക്കാൻ മിടുക്കനും സ്കൂളിലെ മികച്ച വിദ്യാർത്ഥിയുമായ ഡാനിയലിനെ അപ്രതീക്ഷിതമായാണ് ആ വിധി വേട്ടയാടിയത്. അതുമൊരു അപൂർവമായ ഒരു തരം ക്യാൻസറിന്റെ രീതിയിൽ. 2018 മസ്തിഷ്ക അർബുദം സ്ഥിരീകരിക്കുന്നത്. പിന്നീട് ഒരു അതിജീവനത്തിന്റെ തന്നെ പോരാട്ട നാളുകളായിരുന്നു. അത്രയും കാലം വിദ്യാലയവും കൂട്ടുകാരുമായുള്ള ജീവിതത്തിൽ നിന്ന് പിന്നീട് അവൻ കണ്ടത് വേദനയും ചികിത്സയും ആശുപത്രി മുറികളുമായിരുന്നു. അർബുദം സ്ഥിരീകരിച്ചതോടെ ഡാനിയലിന് ഡോക്ടർമാർ വിധിയെഴുതിയത് 5 മാസത്തെ ജീവിതമായിരുന്നു. എന്നാൽ വേദനകളെ മുറുകെ പിടിച്ച് ക്യാൻസറിനോട് ധീരമായി പോരാടുകയാണ് അവൻ ചെയ്തത്. പക്ഷേ അവൻ കുഞ്ഞുനാൾ മുതലേ മനസ്സിൽ കൊണ്ടു നടന്ന ആ പോലീസ് ഓഫീസർ എന്ന സ്വപ്നം അവൻ കൈവിട്ടില്ല. ഒരു നാൾ അപ്രതീക്ഷിതമായാണ് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് DJ ഡാനിയൽ എന്ന 13-കാരന്റെ ഈ അപൂർവ അതിജീവന കഥ കേൾക്കുന്നത്. പിന്നീട് അങ്ങോട്ട് നടന്നത് ചരിത്രങ്ങളായിരുന്നു. ഇന്ന് വൈറ്റ് ഹൗസിൽ വെച്ച് DJ ഡാനിയലിന്റെ പോലീസ് ഓഫീസറാകാനുള്ള സ്വപ്നം ട്രംപ് സാക്ഷാത്കരിച്ചപ്പോൾ US-ലെ തന്നെ ചരിത്ര നിമിഷങ്ങളായിരുന്നു അവിടെ നടന്നത്. കാരണം ആദ്യമായാണ് 13-കാരനെ US സീക്രട്ട് സർവീസ് ഏജന്റായി US നിയമിക്കുന്നത്. ഈ സ്ഥാനത്ത് മറ്റു പലരും തുടരുന്നുണ്ടെങ്കിലും US സീക്രട്ട് സർവീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഏജന്റ് എന്ന പ്രത്യേകതയാണ് ഡാനിയലിന് സ്വന്തമായത്. ഡാനിയലിനെ സീക്രട്ട് സർവീസ് ഏജന്റായി നിയമിച്ചുകൊണ്ട് പോലീസ് ഓഫീസറാകാനുള്ള സ്വപ്നം സാക്ഷാത്കരിച്ചപ്പോൾ DJ എന്ന കോൺഗ്രസിന്റെ മുദ്രാവാക്യങ്ങൾ വൈറ്റ് ഹൗസിൽ മുഴങ്ങിയപ്പോൾ അവിടെ കൂടിയവർക്കും ഒരു ചരിത്രത്തിന്റെ ഭാഗമാകാൻ സാധിച്ചു. ഇന്ന് ഞങ്ങൾ DJക്ക് ഏറ്റവും വലിയ ബഹുമതി നൽകാൻ പോകുന്നു. ഞങ്ങളുടെ പുതിയ സീക്രട്ട് സർവീസ് ഡയറക്ടർ ഷോൺ കാറിനോട് നിങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സീക്രട്ട് സർവീസിന്റെ ഏജന്റായി ഔദ്യോഗികമായി നിയമിക്കാൻ ആവശ്യപ്പെടുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. 2ാം തവണയും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം US കോൺഗ്രസിൽ നടത്തിയ ആദ്യ പ്രസംഗത്തിലായിരുന്നു ഈയൊരു ട്രംപിന്റെ പ്രഖ്യാപനം. കഴിഞ്ഞ വർഷം പെൻസിൽവാനിയയിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ഒരു തോക്കുധാരി ട്രംപിന് നേരെ വെടിയുതിർത്തപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിനായി കൂറാൻ ഡാനിയലിന് ഒരു ബാഡ്ജ് കൈമാറി. അവിടെയാണ് തുടക്കം. 2022 ഫെബ്രുവരിയിൽ ഡാനിയൽ റൈസ് യൂണിവേഴ്സിറ്റി പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓണററി ഓഫീസറായി സത്യപ്രതിജ്ഞ ചെയ്തു. 2024 ഡിസംബറിൽ ജാസ്പർ പോലീസിൽ ഓണററി ഓഫീസറായി. നിലവിൽ 230 ഏജൻസികൾ ഓണററി അംഗമാണ് ഡാനിയൽ. ക്യാൻസർ എന്ന വിധി അവനെ വേട്ടയാടുമ്പോഴും അവന് ചില പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഡോക്ടർമാർ വിധിയെഴുതിയത് 5 മാസം മാത്രമാണ്. എന്നാൽ ഇന്ന് 6 വർഷം പിന്നിട്ടിരിക്കുന്നു. എന്നാൽ ക്യാൻസർ പിടിപെട്ട സമയത്ത് DJയും അവൻ്റെ അച്ഛനും അവൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. ആ പരിശ്രമമാണ് ഇന്ന് അവനെ US രഹസ്യ ഏജന്റ് സ്ഥാനത്തേക്ക് എത്തിച്ചതും. ട്രംപിന്റെ പല പദ്ധതികളോടും എതിർപ്പ് പ്രകടിപ്പിച്ചവർ ഉൾപ്പെടെ ഇന്ന് ആ പ്രഖ്യാപനം കേട്ടപ്പോൾ റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റുകളും ഒന്ന് ഞെട്ടി. ഒപ്പം ഹൂസ്റ്റൺ പോലീസിന്റെ യൂണിഫോം ധരിച്ച് കോൺഗ്രസിന്റെ ഗാലറിയിൽ പിതാവിനൊപ്പം ഇരുന്ന ഡാനിയലും. സീൻ ഖുറാൻ സീക്രട്ട് സർവീസിന്റെ ബാഡ്ജ് ഡാനിയലിന് കൈമാറിയതോടെ കൈയടിച്ച ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തെ അംഗീകരിക്കുകയായിരുന്നു അവർ. ബാഡ്ജ് സ്വീകരിച്ചതിന് പിന്നാലെ അപൂർവ അംഗീകാരം നൽകിയതിന് ട്രംപിന് നന്ദി പറഞ്ഞ് ഡാനിയലും രംഗത്തെത്തി. തനിക്ക് 13 മസ്തിഷ്ക ശസ്ത്രക്രിയകൾ ഉണ്ടായിരുന്നു. വേദനകളും ചികിത്സയുമായി ഒരുപാട് കാലം തള്ളി നീക്കി. അതിൽ ഓരോ ശസ്ത്രക്രിയ കഴിയുമ്പോഴും തൻ്റെ വ്യക്തിത്വം മാറി മാറി വന്നു. ഈ ഒരു അവസരത്തിൽ ട്രംപിന് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ ഞാനിന്ന് ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്നായിരുന്നു അതിജീവന പോരാട്ടത്തിലും തളരാതെയുള്ള ഡാനിയലിന്റെ മറുപടി.